എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ഒരു പഴയ കുക്കർ, വെറുതെ കളയാൻ വെച്ചേക്കുന്ന ഈ ഒരു പഴയ കുക്കർ നമ്മൾ ആക്കിക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ കളയാനായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ തൂക്കി എടുക്കുന്ന ആളുകൾ വരുമ്പോഴൊക്കെ നമ്മൾ തൂക്കിയൊക്കെ വിൽക്കാറുണ്ട്. നമ്മളൊരു 5 വർഷം 6 വർഷം ചിലപ്പോൾ ഒരു 10 വർഷം കൂടി വന്ന ഒരു കുക്കർ ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ വേറൊരു കുക്കർ വാങ്ങലാണ് നമ്മൾ പതിവ്. പക്ഷെ പഴയ ഒരു കുക്കർ ഉണ്ടെങ്കിൽ പല 100 പ്രശ്നങ്ങൾക്ക് വരെയും പരിഹാരമാണ് നമുക്ക് ഈ ഒരു പഴയ കുക്കർ കേട്ടോ. ഇനി ആരും ഈ ഒരു കുക്കർ കളയില്ല. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പല ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികളും വളരെ എളുപ്പമാക്കാൻ ഇതൊന്നും മതി. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുമ്പോൾ ഒരു ചൊവ്വ വ്യത്യാസം വരാറുണ്ട് അല്ലേ, ആ ഒരു ഫ്രഷ്നെസ് പോകും. അങ്ങനെയില്ലാതെ നമുക്ക് ചൂടോടുകൂടി നമുക്ക് കുടിക്കാനും സാധിക്കും. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഇല്ലാണ്ടിരിക്കാൻ കുക്കറിലേക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇറക്കി വെച്ച് വിസിലിട്ട് മൂടി വെച്ചാൽ മാത്രം മതി. 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്കത് ചൂടാറാതെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആകട്ടെ, ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഴുത്ത് കിട്ടും. ഇതൊക്കെ ഒരു 2-3 മണിക്കൂർ വെച്ചാൽ തന്നെ പഴുത്ത് കിട്ടും. തണുപ്പാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. എന്തെങ്കിലും ഒരു പുക ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മളൊരു 6 മണിക്കൂർ നല്ല തണുപ്പുള്ള സമയത്തോട്ടാ, ചൂടുള്ള സമയമാണെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പഴുത്ത് കിട്ടുന്നതാണ്. എന്നിട്ട് ഒരു തണുപ്പാണെങ്കിൽ ഒരു 6 മണിക്കൂർ വെക്കുമ്പോഴത്തേക്കും നല്ല പോലെ പഴുത്ത് കിട്ടും. അത് ഏതൊരു ഫ്രൂട്ട് ആകട്ടെ, എന്തൊരു സാധനം, ഇനിയിപ്പോൾ മാങ്ങാ സീസണൊക്കെ വരുന്നുണ്ടല്ലോ, ഏതൊരു ഫ്രൂട്ടും നമുക്ക് ബട്ടർ ഫ്രൂട്ട് ആകട്ടെ പഴമാകട്ടെ എന്താണെങ്കിലും നമുക്ക് ഇത് പഴുത്ത് കിട്ടാനായിട്ട് സഹായിക്കും. ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുക്കും. തണുപ്പാണെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കത് പഴുത്ത് കിട്ടുന്നതാണ്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കണം കേട്ടോ, അതിൻ്റെ ഉള്ളിലൊരു പേപ്പറൊക്കെ വെച്ചിട്ട്. അടുത്തതായിട്ട് നമുക്ക് മഴക്കാലത്തും അതുപോലെ തന്നെ നമ്മളുടെ വേനലാണെങ്കിൽ കൂടി നമ്മൾ വറ്റമുളക് പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ കഴുകി ഉണക്കിയെടുത്ത് വെച്ചാലും പോകാറുണ്ട്. അതിനൊരു ടിപ്പാണ് നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കല്ലുപ്പ് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ വർഷങ്ങളായാലും നമ്മളുടെ ഈ ഒരു വറ്റൻ മുളക് ചീത്താവേ ഇല്ല കേട്ടോ. മഴക്കാലത്ത് ഇതുപോലുള്ള വറ്റൻ മുളകാകട്ടെ മല്ലി ആകട്ടെ ഏതൊരു സാധനവും നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു കുക്കർ മാത്രം മതി കേട്ടോ. ഒരു 2 മിനിറ്റ് നേരിയ ചൂടിൽ വെക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇത് മൂടി തുറന്ന് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. എത്ര വർഷം ഇരുന്നാലും ഈ ഒരു വറ്റമുളകൊന്നും പൂപ്പലോ ഒന്നും വരില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇപ്പോൾ അത് വറ്റൻമുളകിന് മാത്രമല്ല, ഏതൊരു സാധനം പൂപ്പൽ വരുന്ന ഏതൊരു സാധനത്തിനും ഉപ്പ് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും മീനാകട്ടെ ഇറച്ചിയാകട്ടെ ഇവയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഐസ് പോയി കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന പാത്രമാണെങ്കിൽ അത്ര നല്ലതാണ്. ഇതിപ്പോൾ ഇത്തിരി വലിയ പാത്രമായിപ്പോയി. ചെറിയ പാത്രമാണെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ നമ്മൾ മൂടിയിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. നല്ല പോലെ തന്നെ വിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ മേളിൽ ഉപ്പിടേണ്ട. ഇപ്പം നമ്മൾ മസാലയൊക്കെ തേച്ച് വെക്കുന്ന ഇറച്ചി മീനൊക്കെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഐസ് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഭട്ടൂര ആകട്ടെ പൂരി ആകട്ടെ ചപ്പാത്തി ആകട്ടെ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ കുക്കറിൻ്റെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ കുറച്ച് മാവൊക്കെ ബാക്കി വന്ന് നമ്മൾ സൂക്ഷിക്കുമ്പോഴും അത് രണ്ടാമത് എടുക്കുമ്പോൾ ആ ഒരു പഴയതിൻ്റെ ഫ്രഷ്നെസ് കിട്ടൂല അല്ലേ. അങ്ങനെയുള്ള സമയത്തും ഈ ഒരു സൂത്രം ചെയ്യാവുന്നതാണ്. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മൂടി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു പൊടി കിട്ടുന്നതാണ് കേട്ടോ. നല്ല പോലെ തന്നെ സോഫ്റ്റ് ആകാനും. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹാർഡായി പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ പൊടി ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ലതാണ്. അതുപോലെ ഭട്ടൂരയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ വെക്കണോ അല്ലേ, ഇത് പൊങ്ങി വരാനായിട്ട്. ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഭട്ടൂരെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിസയുടെ മാവൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മഴക്കാലത്ത് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തണുപ്പിലാണല്ലോ ഈ മാവ് പൊങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ ഭൂരി ആകട്ടെ ഭട്ടൂരി ആകട്ടെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ എന്തൊരു സാധനം ഫ്രൈ ചെയ്യുമ്പോൾ കുക്കറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ കുറച്ച് എണ്ണ മാത്രം ആവശ്യമായിട്ട് വരികയുള്ളൂ കേട്ടോ.
എന്ന് വെച്ചാൽ കുറേ നമ്മൾ ആ ഒരു കുഴിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറേ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ചൂട് ക്രമീകരിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇനി പപ്പടം ഒരു തരി എണ്ണയില്ലാതെ തന്നെ നമുക്ക് കുക്കറിൽ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. ഒരു പാത്രം മേളിൽ കമത്തി വെച്ചിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ കമത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പപ്പടം കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സമയം തന്നെ 3-4 പപ്പടം നമുക്ക് ഇതുപോലെ പൊള്ളച്ചെടുക്കും. എന്ന് വെച്ചാൽ നല്ല ചുട്ട ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ പപ്പടം കഴിക്കാൻ വളരെ കൊതിയായിരിക്കും. പക്ഷേ ആ ഒരു എണ്ണയുടെ കാര്യം ഓർക്കുമ്പോൾ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. നല്ല ചുട്ട പപ്പടം, നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ട് പപ്പടം കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കുക്കർ കൊണ്ട് ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു പഴയ കുക്കർ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓവണൊന്നും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ടൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും നമുക്ക് ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ തന്നെ ചുട്ടെടുക്കാനായിട്ട് അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് പൊള്ളിച്ചെടുക്കാനും നമുക്ക് പൊള്ളിച്ചെടുക്കുമ്പം കുറച്ച് മസാലയും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് ആ ഒരു മീൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ചുട്ടെടുക്കുക എന്ന് പറയില്ലേ, നമ്മൾ പണ്ടൊക്കെ കണലിലൊക്കെ ഇട്ട് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് നാവിൻ്റെ തുമ്പത്തുനിന്ന് പോവില്ല, അത്രയും ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ്, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയാണ്. ഗ്യാസ് വളരെ 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 കുറച്ച് മാത്രമാകുള്ളൂ. ഈ ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ ഇത്രയും നല്ല സൂത്രങ്ങൾ വേറെ ഇല്ല കേട്ടോ. അറ്റ് എ ടൈം നമുക്ക് 3-4 പപ്പടം മിനിറ്റുകൾക്കുള്ളിൽ ചുട്ടെടുക്കാം. അതുപോലെ തന്നെ മീൻ പൊരിക്കാം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു പഴയ കുക്കർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഗ്യാസും അതുപോലെ തന്നെ സമയവും ടേസ്റ്റും ഹെൽത്തും ഒക്കെ ലാഭിക്കാൻ ഈ ഒരു പഴയ കുക്കർ മാത്രം മതി കേട്ടോ. ഇത് ഇനി കഴുകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ ഒരു ഇല എടുത്ത് മാറ്റി നോക്കിക്കോളൂ. ഒരു തരി പോലും ആ സൈഡിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീൻ അതിൻ്റെ ആ ഇലയുടെ മേളിൽ തന്നെ വെക്കുക. ഇല ഇത്തിരി വലുതെടുക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ സൈഡിൽ കുറച്ച് അതിൻ്റെ വെള്ളം വന്നത് ആണ് അവിടെ ഇരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുക്കർ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മാത്രം മതി. അടുത്തതായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ് കിച്ചൺ ടവൽ. അതുപോലെ തന്നെ വളരെ കറ പിടിച്ച തുണികൾ, മെഴുക്ക് പിടിച്ച തുണികളൊക്കെ കഴുകാനായിട്ട് വളരെ ടഫല്ലേ. അതിന് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് സോപ്പ് വെള്ളത്തിലേക്ക് നാരങ്ങത്തൊലി ഇട്ട് ഒരു സിമ്മിൽ, വളരെ സിമ്മിൽ ഒരു 3-4 മിനിറ്റ് വെക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഒരു കിച്ചൺ ടവലാണെങ്കിൽ ചെയ്താൽ മാത്രം മതി. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കഴിയാൻ മതി. അത്രയും ഇത് നമുക്ക് ക്ലീനായി കിട്ടും. കണ്ടില്ലേ, നല്ല പോലെ തന്നെ അതിൻ്റെ മെഴുക്കും കറയും എല്ലാം നാരങ്ങത്തൊലി ഇടുമ്പം അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്കിത് ഉണക്കിയെടുക്കാനൊരു ടിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഈ ഒരു തുണി വെച്ച് കൊടുത്ത് വളരെ സിമ്മായിട്ട് ഗ്യാസ് ഒന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് മൂടി വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പല കാര്യങ്ങളും നമ്മളുടെ അത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് തുണി തേക്കാനൊക്കെ ഈ ഒരു കുക്കർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കറണ്ട് ലാഭിക്കുവാനും വളരെ നല്ലതാണ്. കുക്കർ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഷർട്ടൊക്കെ നല്ല പോലെ തന്നെ അതുപോലെ ഉണങ്ങി കിട്ടാനും ഈ ഒരു സൂത്രം ചെയ്ത് നോക്കൂ. ഗ്യാസ് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നിവർത്തി ആ കുക്കറിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള ടർക്കി ആണെങ്കിൽ കൂടി നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ. കുറേ സമയമൊന്നും ഗ്യാസ് കളയേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് നേരം മാത്രം മതി. മഴക്കാലത്താണ് ഇത് ഏറ്റവും യൂസ്ഫുൾ. എന്ന് വെച്ചാൽ കിച്ചൺ ടവലൊക്കെ ഉണങ്ങിക്കിട്ടൽ ഭയങ്കര വലിയ ടാസ്ക് ആണല്ലോ. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഇപ്പം വേനലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടുന്നതാണ്. എന്നാലും ഞാൻ ഈ ഒരു ടിപ്പ് കാണിച്ചു തന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ കിച്ചൺ ടവലും. അതുപോലെ തന്നെ വെള്ള തുണികളൊക്കെ അല്ലേ, വെള്ള തുണികൾ കഴുകാനും വളരെ നല്ലതാണ്. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ബനിയനാകട്ടെ, വെള്ള കർച്ചീഫ്, തുണികൾ എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാൻ ഇതൊന്നും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ,
അത്രത്തോളം ചൂടാണ് നമുക്ക് വരുന്നത്. നമ്മൾ AC ഇട്ടാലോ കറണ്ട് കാശിൻ്റെ പേടി ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ഈ ഒരു പഴയ കുക്കർ, കളയുന്ന ഈ ഒരു കുക്കർ മതി കേട്ടോ. ഐസ് നമ്മൾ ചെറിയ കുക്കറാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ്. ഇത് വലിയ കുക്കറായിപ്പോയി. അപ്പം ചെറിയ കുക്കറാകുമ്പം അതിൽ ഫില്ലിംഗ് ആയിട്ട് ഐസ് ഇട്ട് കൊടുക്കണം. അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഐസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ വലിയ കുക്കർ ആയതുകൊണ്ട് തന്നെ അത്രയും ഐസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ചെറിയ കുക്കറാണെങ്കിൽ അത് ഫുള്ള് ഐസ് ഇട്ട് കൊടുക്കണം. വലിയ കട്ടയാണ് നല്ലത്. ചെറിയ കട്ടയേക്കാളും വലിയ കട്ടയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വിസിൽ മാറ്റി കൊടുക്കുക കേട്ടോ. വിസിൽ മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഫുള്ളിട്ടാലേ അത്ര എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇതൊന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ട് മേലെ കൊണ്ടുവന്ന് വെക്കരുത്. എന്ന് വെച്ചാൽ ഐസ് ആകുമ്പോൾ നമുക്ക് ജലദോഷം, അതുപോലെ തുമ്മൽ, നീർക്കെട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലക്കുഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാതെ കുറച്ച് നീക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഐസ് ഫുള്ളായിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് വാട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചാൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് റൂം തണുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടി നല്ല തണുപ്പ് വരും. റൂം മൊത്തം AC പോലെ ആയി കിട്ടും. ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.